നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ വി.എസ്. അച്യുതാനന്ദൻ ബത്തേരിയിൽ പബ്ലിക് സിറ്റിംഗ് നടത്തി. പൗരകേന്ദ്രീകൃത സേവനങ്ങൾ സംബന്ധിച്ചാണ് ഹിയറിംഗ്. മോദി ഭരണത്തിൽ രാജ്യസുരക്ഷ നഷ്ടമായെന്ന് വി.എസ്. മീനങ്ങാടിയിൽ പറഞ്ഞു. എൻ.കെ. ഷാജി ബി.ഡി.ജെ.എസ്. വയനാട് ലോക്സഭാ സ്ഥാനാർത്ഥിയായേക്കും. പാർട്ടി നിർദ്ദേശിച്ചാൽ സ്ഥാനാർത്ഥിയാകുമെന്ന് എൻ.കെ. ഷാജി. നെന്മേനി പഞ്ചായത്ത് മംഗലം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് നാളെ. പ്രതീക്ഷയോടെ മുന്നണികൾ. വിജയിക്കുന്നവർ പ്രസിഡന്റ്. പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗത്തിലെ ചർച്ചകളും നടപടികളും അനിശ്ചിതമായി നീളുന്നു. ചെറുകിടത്തോട്ടങ്ങളടക്കം പ്രതിസന്ധിയിൽ. പെരിക്കല്ലൂർ മരക്കടവ് പ്രദേശത്തെ കടുവാശല്യം. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പിന്തുണയുമായി രാഷ്ട്രീയ നേതാക്കളും. ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ബി.ജെ.പി. കൽപ്പറ്റയിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. വിശദാംശങ്ങളിലേക്ക്. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ രാജ്യസുരക്ഷ പോലും അപകടത്തിലായതായി ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി.എസ്. അച്യുതാനന്ദൻ. മീനങ്ങാടിയിൽ CPIM കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. M.R. ശശി അധ്യക്ഷനായിരുന്നു. CPIM ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ, K. ശശാങ്കൻ എന്നിവർ സംസാരിച്ചു. സർക്കാരിനെയോ രാഷ്ട്രീയ പാർട്ടികളെയോ വിമർശിക്കാൻ ആരെയും പേടിക്കേണ്ടതില്ല. കാരണം നാം കേരളത്തിലാണ്. കൃഷിക്കാരന് ഭൂമി കിട്ടിയ സംസ്ഥാനമാണിത്. ജാതിയോ മതമോ നോക്കാതെ സകലർക്കും സ്കൂളിൽ പോകാനുള്ള അവകാശം സംരക്ഷിക്കപ്പെട്ട സംസ്ഥാനമാണ്. ഇതൊക്കെ ഒരു കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവരും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരും പ്രതിഷേധത്തിലൂടെ ആണ് നമുക്ക് ഈ നേട്ടങ്ങൾ സ്വന്തമായി. ഭരണപരിഷ്കരണ കമ്മീഷൻ പബ്ലിക് സിറ്റിംഗ് നടത്തി. ബത്തേരി ടൗൺ ഹാളിലാണ് കമ്മീഷന്റെ സിറ്റിംഗ് നടന്നത്. പൊതുജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും പരാതികൾ കേട്ട് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭരണപരിഷ്കരണ കമ്മീഷൻ വി.എസ്. അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ പബ്ലിക് ഹിയറിംഗ് നടത്തിയത്. പൗരകേന്ദ്രീകൃത സേവനങ്ങൾ സംബന്ധിച്ചാണ് ഹിയറിംഗ് നടത്തിയത്. ഭരണപരിഷ്കാര ചെയർമാൻ വി.എസ്. അച്യുതാനന്ദന്റെ അധ്യക്ഷതയിലാണ് ഹിയറിംഗ് നടന്നത്. കമ്മീഷന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമാകുന്നുണ്ടോ എന്ന കാര്യം സംശയമാണെന്ന് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. സേവനം ജനങ്ങളുടെ അവകാശമാണ്. ഓരോ കാര്യത്തിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്ന പൊതുജനങ്ങൾക്ക് ആ തോന്നലുണ്ടാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നയങ്ങളും നടപടികളും എന്താണെന്ന് പോലും പലപ്പോഴും ജനങ്ങൾ അറിയുന്നില്ല. നയങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ആവിഷ്കരിക്കുന്ന നടപടികളിലൂടെയാണ് പൗരസമൂഹത്തിന് സേവനങ്ങൾ എത്തേണ്ടത്. അതിനുള്ള ഉപകരണമാണ് ഉദ്യോഗസ്ഥ സംവിധാനവും ഭരണപരിഷ്കാര നടപടികളുമൊക്കെയുണ്ട്. പോരാത്തതിന് ഇതെല്ലാം എങ്ങനെ നിർവഹിക്കണമെന്ന് കൃത്യമായി നിർവചിക്കപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. ജനസമ്പർക്ക പരിപാടികളിലൂടെ ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കാൻ കമ്മീഷൻ ശ്രമിക്കുന്നത് പൗരകേന്ദ്രീകൃത സേവനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. സർക്കാർ സേവനങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് നടന്ന ഹിയറിംഗിൽ ജില്ലയിലെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, മെഡിക്കൽ കോളേജ്, വന്യമൃഗശല്യം, വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും പ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങൾ, സർക്കാർ ഓഫീസ് സംവിധാനങ്ങളുടെ പ്രശ്നങ്ങൾ എന്നിവയും കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. MLA-മാരായ I.C. ബാലകൃഷ്ണൻ, C.K. ശശീന്ദ്രൻ, കമ്മീഷൻ അംഗങ്ങളായ നീല ഗംഗാധരൻ, ഷീല തോമസ്, മുനിസിപ്പാലിറ്റി ചെയർമാൻ T.L. സാബു, സബ് കളക്ടർ N.S.K. ഉമേഷ്, ജില്ലാ പോലീസ് മേധാവി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി.
വയനാട് ലോക്സഭാ മണ്ഡലം BDJS സ്ഥാനാർത്ഥിയായി SNDP നേതാവും BDJS വയനാട് ജില്ലാ പ്രസിഡന്റുമായ NK ഷാജി സ്ഥാനാർത്ഥിയായേക്കും. വയനാട് ഉൾപ്പെടെ 5 സീറ്റുകളിലാണ് BDJS മത്സരിക്കുന്നത്. പാർട്ടി നിർദ്ദേശിച്ചാൽ സ്ഥാനാർത്ഥിയാകുമെന്നും ഇത് സംബന്ധിച്ച് അന്തിമ പ്രഖ്യാപനം ഉണ്ടാകാത്തതിനാൽ ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ലെന്നും NK ഷാജി വയനാട് വിഷനോട് പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന സീറ്റുകളിൽ BDJS ആവശ്യപ്പെട്ടിട്ടുള്ള സീറ്റാണ് വയനാട് പാർലമെന്റ് മണ്ഡലം. അത് തത്വത്തിൽ ഏകദേശം ധാരണ ആ വിഷയത്തിലായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ കോഴിക്കോടും മലപ്പുറവും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന വയനാട് മണ്ഡലത്തിൽ വയനാട്ടിൽ തന്നെയുള്ള ആൾ സ്ഥാനാർത്ഥിയാകണമെന്നാണ് മറ്റ് ജില്ലാ കമ്മിറ്റികൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അതിനി അന്തിമമായിട്ട് വരുന്നത് ഘടകകക്ഷികളും മറ്റുള്ളവരൊക്കെ ആലോചിച്ച ശേഷമായിരിക്കും ഉണ്ടാകുക. പക്ഷേ നമ്മളുടെ ഒരു വ്യക്തിപരമായ ചില അഭിപ്രായം ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള പൊതുസമ്മതനായ ഒരാളെ നിർത്തി ശക്തമായ ഒരു മത്സരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാനത് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നു. പാർട്ടി അത്ര ഒരാവശ്യം ഉന്നയിച്ചാൽ പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്നുള്ളതിൽ പാർട്ടി മത്സരിക്കണമെന്ന് തന്നെയാണ് നടപടി തീരുമാനമാകുന്നത്. തീർച്ചയായിട്ടും അതിനോട് തന്നെയാണ്. നെന്മേനി പഞ്ചായത്ത് മംഗലം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് നാളെ. LDFും UDFും BJPയും തമ്മിൽ ത്രികോണ മത്സരമാണ് വാർഡിൽ നടക്കുന്നത്. വിജയിക്കുന്നയാൾ പഞ്ചായത്ത് പ്രസിഡന്റാകുമെന്നതാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. നെന്മേനി പഞ്ചായത്തിലെ 15ാം വാർഡായ മംഗലത്താണ് നാളെ ഉപതെരഞ്ഞെടുപ്പ്. മുൻ പ്രസിഡന്റ് LDFിലെ CR കർപ്പൻ രാജിവെച്ച ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 3 മുന്നണികളും തമ്മിൽ ത്രികോണ മത്സരമാണ് വാർഡിൽ നടക്കുക. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ LDFും പിടിച്ചെടുക്കാൻ UDFും ശ്രമിക്കുമ്പോൾ നില മെച്ചപ്പെടുത്താനാണ് BJPയുടെ ശ്രമം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 95 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചത്. ഈ വാർഡിൽ വിജയിക്കുന്നയാൾ പഞ്ചായത്ത് പ്രസിഡന്റാകുമെന്നാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. പട്ടികജാതി വിഭാഗം സംവരണം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലവിൽ ഒരംഗങ്ങളുമില്ല. ഈ സാഹചര്യത്തിൽ നാളെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചാലും പ്രസിഡന്റാകും. നിലവിൽ ഭരണസമിതിയിൽ LDFിനാണ് ഭൂരിപക്ഷം. നാളെ രാവിലെ 7 മുതൽ 5 മണി വരെ ചുള്ളിയോട് ഗവൺമെൻറ് LP സ്കൂളിലാണ് പോളിംഗ്. 15-ന് രാവിലെ 10 മണിക്ക് വോട്ടെണ്ണൽ നടക്കും. പരസ്യപ്രചരണത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് മുന്നണികൾ ഇന്നലെ കൊട്ടിക്കലാശവും നടത്തി. 1554 വോട്ടർമാരാണ് ഈ വാർഡിലുള്ളത്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗത്തിലെ ചർച്ചകളും നടപടികളും അനിശ്ചിതമായി നീളുന്നു. ചെറുകിട തോട്ടങ്ങളടക്കം പ്രതിസന്ധിയിൽ. ദിവസവേതനം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ തോട്ടം മേഖല തൊഴിലാളി ക്ഷാമത്തിലേക്കെന്ന് സൂചന. ഇപ്പോഴത്തെ നിലയിൽ കേവലം 301 രൂപ ദിവസവേതനത്തിന് ജോലി ചെയ്യാൻ തോട്ടം മേഖലയിലേക്ക് പുതിയ ആളുകൾ കടന്നു വരുന്നില്ല. തോട്ടം തൊഴിലാളികളുടെ ദിവസവേതനം 600 രൂപയാക്കണമെന്ന് കൊടിയുടെ നിറവ്യത്യാസത്തിനതീതമായി യൂണിയനുകൾ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അതിന്മേൽ ഫെബ്രുവരി 12-ന് നടന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി ചർച്ചയിലും തീരുമാനമായില്ല. 40 രൂപ വർദ്ധിപ്പിക്കാൻ മാനേജ്മെന്റുകൾ സമ്മതിച്ചതായിട്ടാണ് സൂചന. എന്നാൽ യൂണിയനുകൾ അത് അംഗീകരിച്ചില്ല. ഇതിനിടയിൽ തന്നെ തോട്ടമുടമകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച പല ഇളവുകളും അത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഇറങ്ങാത്തതിനാൽ അവർക്ക് ലഭിച്ചു തുടങ്ങിയിട്ടില്ലെന്നും അറിയുന്നുണ്ട്. എസ്റ്റേറ്റ് പാടിമുറികളെ കെട്ടിട നികുതിയിൽ നിന്ന് ഒഴിവാക്കിയ സർക്കാർ ഉത്തരവ് പഞ്ചായത്ത് ഓഫീസുകളിൽ ഇനിയും എത്തിയിട്ടില്ല. ഇക്കാരണത്താൽ ഗ്രാമപഞ്ചായത്തുകൾ തോട്ടമുടമകൾക്ക് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നതായും വിവരമുണ്ട്. പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി തീരുമാനമെടുത്തില്ലെങ്കിൽ തോട്ടം മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ തോട്ടം തൊഴിലാളികളുടെ കൂലിയും ജീവിത പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാതെ ഇന്നും അനിശ്ചിതത്വത്തിൽ കാര്യങ്ങൾ തുടർന്നു പോവുകയാണ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് നിരവധി PLC ചർച്ചകൾ നടന്നിട്ടും വേതന പരിഷ്കരണം സംബന്ധിച്ച തീരുമാനമാകാത്ത സാഹചര്യത്തിൽ അന്ന് UDF സർക്കാർ നോട്ടിഫിക്കേഷനിലൂടെയാണ് വേതന വർധനവ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ വേതന വർധനവ് നോട്ടിഫിക്കേഷൻ്റെ കാലാവധി 2017 ഡിസംബർ 31-ന് അവസാനിച്ചതാണ്. ഒരു വർഷവും ഒരു മാസം പിന്നിട്ടിട്ടും നിരവധി PLC ചർച്ചകൾ വീണ്ടും നടന്നിട്ടും ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഈ കൂലി വർധനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനൊരു തീരുമാനമാക്കാൻ ഇന്നുവരെ PLC യോഗത്തിന് സാധിച്ചിട്ടില്ല. തീരെ ആകർഷകമല്ലാത്ത കൂലി വ്യവസ്ഥ മൂലം തോട്ടം മേഖലയിൽ തൊഴിലാളികളുടെ എണ്ണം അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് മറ്റ് മേഖലകളിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് പോലും ദിവസം 500-600 രൂപ വേതനം ലഭിക്കുന്ന സ്ഥിതി ഇവിടെയുണ്ട്. ആ നിലയ്ക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലും തോട്ടം മേഖലയിൽ ജോലി ചെയ്യാൻ മടിക്കുന്ന സ്ഥിതിയാണ് വരാൻ പോകുന്നത്. ഫെബ്രുവരി 20-ന് കോഴിക്കോട്ട് വെച്ച് ചേരാൻ നിശ്ചയിച്ചിട്ടുള്ള പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗത്തെയാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. പെരിക്കല്ലൂർ മരക്കടവ് പ്രദേശങ്ങളിലെ കടുവാ ശല്യത്തിന് പരിഹാരം കാണാൻ കടുവയെ വനംവകുപ്പ് കൂടുവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റേഞ്ച് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി.
ഒരു മാസത്തോളമായി ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കടുവയെ കൂടുവെച്ച് പിടികൂടാൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധവുമായി എത്തിയത്. സമരത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും കർഷക സംഘടനകളും പിന്തുണയുമായി എത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജോസ് നെല്ലേടം അധ്യക്ഷനായിരുന്നു. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വയനാട് ജില്ല നേരിടുന്ന ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയിൽ ഒന്ന് ഈ വന്യമൃഗ ശല്യം തന്നെയാണ്. പ്രത്യേകിച്ച് കടുവയും ആനയുമൊക്കെ നിരന്തരമായി ജനങ്ങളുടെ ജീവന ഭീഷണി ഉയർത്തുന്നു. കൃഷി ചെയ്യാൻ പറ്റാത്ത തരത്തിൽ കൃഷി ഇറക്കിയാൽ ആ വിളവ് വന്യമൃഗങ്ങൾ എടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും. ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നയങ്ങൾക്കെതിരെ കൽപ്പറ്റയിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ സത്യഗ്രഹ സമരം സംഘടിപ്പിച്ചു. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രകാശ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബിജെപി ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ അധ്യക്ഷത വഹിച്ചു. പി സി മോഹനൻ മാസ്റ്റർ, കെ സദാനന്ദൻ, വി വി രാജൻ, പള്ളിയറ രാമൻ, കെ മോഹൻദാസ്, കുട്ടാറ ദാമോദരൻ തുടങ്ങിയവർ സത്യഗ്രഹത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 4 മാസക്കാലമായി കോടാനുകോടി അയ്യപ്പ ഭക്തന്മാർ രാജ്യത്തിനകത്തും പുറത്തും ആത്മാഭിമാനത്തിന്റെ പോരാട്ടമാണ് നടത്തി വരുന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ പരസ്യമായി വെല്ലുവിളിക്കുന്ന സമീപനമാണ് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിയിൽ നിന്നും മന്ത്രിസഭയിൽ നിന്നും ഉണ്ടായത് എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ലജ്ജാകരമായിട്ടാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത്. യാത്രക്കാർക്ക് ഉപകാരപ്രദമാകാതെ KSRTC സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ്. മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഓഫീസാണ് ഇപ്പോൾ ആർക്കും ഉപകാരപ്പെടാതെ കിടക്കുന്നത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ പ്രവർത്തിക്കേണ്ട ഓഫീസ് മിക്ക ദിവസവും പ്രവർത്തിക്കുന്നത് 10 മണി മുതൽ 5 മണി വരെ. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് യൂണിയനുകൾ. യാത്രക്കാർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നതിനായി മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന KSRTC സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിന്റെ പ്രവർത്തനം പൊതുജനത്തിന് ഉപകാരപ്രദമാകുന്നില്ലെന്ന് വ്യാപക ആരോപണമുയരുന്നു. ബസ്സുകൾ സ്റ്റാൻഡിൽ നിന്നും സർവീസ് ആരംഭിക്കുന്ന രാവിലെ 8 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഓഫീസ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ മിക്കവാറും ദിവസങ്ങളിലും രാവിലെ 10 മണിക്ക് ശേഷം മാത്രം ഓഫീസ് തുറക്കുകയും വൈകിട്ട് 5 മണിയോടെ പൂട്ടുകയും ചെയ്യുന്നതായാണ് പരാതികൾ ഉയരുന്നത്. ചില ദിവസങ്ങളിൽ ഓഫീസ് തുറക്കാറില്ലെന്നും പറയപ്പെടുന്നു. അന്യസംസ്ഥാന അതിർത്തി പങ്കിടുന്ന ജില്ല എന്ന നിലയ്ക്ക് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും അന്യ ജില്ലകളിൽ നിന്നും യാത്രക്കാരടക്കം നിരവധി പേരാണ് നിത്യേന മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ എത്തുന്നത്. കൂടാതെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാരും ഇവിടെ എത്താറുണ്ട്. ബസ്സുകളുടെ സമയം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയുന്നതിനായി എത്തുന്ന യാത്രക്കാർ അടച്ചിട്ട ഓഫീസിന് മുന്നിൽ നിന്നും നിരാശയോടെ മടങ്ങുകയാണ്. മാനന്തവാടിയിലെ KSRTC അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു ഉദ്യമത്തിന് മുതിർന്നിരിക്കുന്നത്. മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ നിത്യേന ആയിരക്കണക്കിന് സഹോദരിമാരുൾപ്പെടെ യാത്രാ വേളയിൽ എത്തിച്ചേരാറുണ്ട്. 7 മണിക്ക് യാത്രക്കാർ എത്തിച്ചേരുന്നതോടുകൂടി തന്നെ സജീവമാകേണ്ട മാനന്തവാടിയിലെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ്, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കിട്ടേണ്ട സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് കൃത്യമായി തുറക്കാതിരിക്കുകയും 10 മണിക്ക് ശേഷം പോലും തുറക്കാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും മാനന്തവാടിയിൽ കണ്ടുവരും. അതുപോലെ തന്നെ 5 മണിക്ക് മുമ്പായി തന്നെ ഓഫീസിന്റെ വാതിലടയുന്ന സാഹചര്യവും മാനന്തവാടിയിൽ കണ്ടുവരും. അത് അവസാനിപ്പിച്ചില്ല എങ്കിൽ അത് യാത്രക്കാർക്ക് കടുത്ത പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. ആ പ്രതിസന്ധി ഏറ്റെടുത്തുകൊണ്ട് യാത്രക്കാരുടെ പക്ഷം ചേർന്നുകൊണ്ട് ശക്തമായ സമരപരിപാടികൾക്ക് പൊതുസമൂഹം തയ്യാറാകും, യുവജന സമൂഹം തയ്യാറാകുമെന്നാണ് ആ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. സ്റ്റാൻഡിലെത്തുന്ന KSRTC ബസ്സുകളിലെ ജീവനക്കാർക്ക് സമയക്രമീകരണമടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടതും ഈ ഓഫീസിൽ നിന്ന് തന്നെയാണ്. എന്നാൽ നാഥനില്ല കളരി പോലെയാണ് ഓഫീസിന്റെ പ്രവർത്തനങ്ങളെന്നാണ് ആക്ഷേപം. 3 സ്റ്റേഷൻ മാസ്റ്റർമാരും 9 ഇൻസ്പെക്ടർമാരും മാനന്തവാടി ഡിപ്പോയ്ക്ക് കീഴിലുണ്ട്. ഇവരെ പുനഃക്രമീകരണം നടത്തിയാൽ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എന്നാൽ ഡിപ്പോയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്റെ നിലപാടുകളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ആരോപണം. ഈ ഉദ്യോഗസ്ഥന്റെ നിരുത്തരവാദപരമായ നടപടികൾക്കെതിരെ ഡിപ്പോയിലെ ജീവനക്കാരുടെ അംഗീകൃത യൂണിയനുകൾ ഈ മാസം 22-ന് പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിക്കുന്നുണ്ട്. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. പുൽപ്പള്ളി പഞ്ചായത്തിലെ വെള്ളക്കെട്ടിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നി ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. മാലിന്യങ്ങൾ കുഴികളുണ്ടാക്കി സൂക്ഷിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളിൽ. ഇതുമൂലം പരിസരത്തെ വീടുകളിലുള്ളവർ ദുരിതം പേറുകയാണ്.
ജനവാസ കേന്ദ്രത്തോട് ചേർന്ന സ്ഥലത്താണ് പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും അനുമതിയില്ലാതെ പന്നി ഫാം പ്രവർത്തിക്കുന്നത്. ടൗണിലെ മാർക്കറ്റിൽ നിന്നുള്ള വേസ്റ്റുകൾ വൻ കുഴികൾ ഉണ്ടാക്കി ഇവിടെയാണ് സൂക്ഷിക്കുന്നത്. ഇതുമൂലം പരിസരത്തെ വീടുകളിൽ കഴിയുന്നവർക്ക് വൻ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. ഇതുകാരണം കുട്ടികൾക്കുൾപ്പെടെ മാരക രോഗങ്ങൾ ഉണ്ടാകാനും കാരണമായി. തുടർന്ന് ആരോഗ്യവകുപ്പിന്റെയോ പഞ്ചായത്തിന്റെയോ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രക്ഷോഭ പരിപാടികളുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. കഴിഞ്ഞ 8 വർഷമായിട്ട് വലിയ കുഴപ്പമില്ലാതെ ലൈസൻസ് ഇല്ലെങ്കിൽ പോലും ജനങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ജനങ്ങൾ പരാതിപ്പെടാതെ തന്നെ ഇത്രയും കാലം ഈ പന്നി ഫാം ഇവിടെ പ്രവർത്തിച്ചു. കഴിഞ്ഞ 6 മാസമായിട്ട് ഇവിടെ സ്ഥിരം താമസക്കാരനുണ്ടായിരുന്ന ഈ സ്ഥലത്തിന്റെ ഓണർ ഇവിടുന്ന് മാറിപ്പോവുകയും കഴിഞ്ഞ 6 മാസമായിട്ട് പുതിയ ഒരു പാർട്ടിക്ക് ഇത് ലീസിന് കൊടുത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് 2 പേരോട് വന്ന് ഈ ഫാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് ഈ പന്നി കൂട് കഴുകുകയോ ഈ വേസ്റ്റ് പോകാനുള്ള ശാസ്ത്രീയമായ ക്രമീകരണങ്ങൾ നടത്താതെ ചെയ്യാത്തത് കൊണ്ട് സമീപവാസികൾക്ക് മുഴുവൻ ദുർഗന്ധം വഹിച്ചുകൊണ്ട് ഇവിടെ ഈ റോഡ് നടക്കാൻ പോലും പറ്റില്ല. ഇത് പഞ്ചായത്ത് റോഡാണ്. ഈ റോഡ് നടക്കാൻ പോലും പറ്റില്ലാത്ത സമീപവാസികൾക്ക് മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പന്നി ഫാം കൊണ്ടുനടക്കുന്നത്. അതിനെതിരെ ഈ നാട്ടുകാരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ പന്നി ഫാം ഇവിടുന്ന് കൂട്ടി മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ അധികാരികളുടെ അടുത്ത് കഴിഞ്ഞ 2-ാം തീയതി മുതൽ പരാതി ജനങ്ങളെല്ലാവരും മാസ് പെറ്റീഷനായിട്ട് പരാതി കൊടുക്കുകയും അതിന്റെ ഫലമായിട്ട് ഒരു നടപടിയും ഇന്ന് വരെ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ സമരം. തുടർന്ന് പുൽപ്പള്ളി SI റെജീന കെ ജോസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ആഴ്ചകളായി സൂക്ഷിച്ചിരിക്കുന്ന മാലിന്യം JCB ഉപയോഗിച്ച് കുഴിച്ചുമൂടാമെന്ന ഒരാഴ്ചയ്ക്കകം പന്നി ഫാം നീക്കം ചെയ്യാമെന്നും ഉറപ്പ് നൽകി. തുടർന്നാണ് നാട്ടുകാർ സമരത്തിൽ നിന്നും താൽക്കാലികമായി പിന്മാറിയത്. അനധികൃതമായി ജനവാസ കേന്ദ്രത്തിൽ പന്നി ഫാം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. വയനാട് വിഷൻ, പുൽപ്പള്ളി. മാനന്തവാടി നഗരത്തിൽ ഓവുചാലിൽ നിന്നും മലിനജലം റോഡിലേക്ക് ഒഴുകുന്നു. ആഴ്ചകൾ കഴിഞ്ഞിട്ടും അധികൃതർക്ക് അനക്കമില്ല. ദുരിതം പേറി പൊതുജനം. മാനന്തവാടി ക്ലബ്ബ് കുന്ന് റോഡിൽ ആരോഗ്യ കേരളം ജില്ലാ ഓഫീസിന് സമീപത്തായിട്ട് പോലും ആരോഗ്യവകുപ്പോ നഗരസഭാ അധികൃതരോ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. ഈ ദൃശ്യം നിങ്ങൾ കാണുക. മാനന്തവാടി നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലമാണത്. പച്ചക്കറി മാർക്കറ്റ് റോഡും ക്ലബ്ബ് കുന്നും. എന്നാൽ ഈ റോഡിലൂടെ നടന്നു പോകുമ്പോഴുള്ള അവസ്ഥ കാണുക. ഓവുചാലിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന മലിനജലം പുറത്തേക്കൊഴുകുന്നതിനാൽ മൂക്കുപൊത്തി വേണം ഇതുവഴി നടന്നു പോകാൻ. കൂടാതെ സമീപത്തെ കച്ചവടക്കാർ, ചുമട്ടുതൊഴിലാളികൾ, പൊതുജനം, പ്രദേശവാസികൾ എല്ലാം തന്നെ ഇതുകൊണ്ട് ദുരിതം പേറുകയാണ്. നടന്നു പോകുന്ന റോഡാണിത്. വൈസ് ചെയർമാനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞപ്പോൾ അയാൾ കോൺട്രാക്ട് കൊടുത്താണ്. കോൺട്രാക്ടറെ കാണുന്നില്ല എന്നാണ് വൈസ് ചെയർമാൻ്റെ മറുപടി. പിന്നെ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ പോയി അവിടുത്തെ അധികാരികളോട് പറഞ്ഞു. അവർ കഴിഞ്ഞ ആഴ്ച അങ്ങനെ ആളെ വിടാമെന്ന് പറഞ്ഞ് ഇതിങ്ങനെ വൃത്തികേടായിട്ട് ഒരുപാട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയാണ്. ഇവർ 2-3 വർഷമായി ഇങ്ങനെ ഈ ചാല് ബ്ലോക്കായിട്ട് വെള്ളം ഇതിൻ്റെ ഉള്ളൂട്ട് സ്ലാബിൻ്റെ ഉള്ളൂട്ട് പൊങ്ങുന്നു. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇവരോട് പരാതി നമ്മൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇപ്പോൾ ഈ വേസ്റ്റ് വെള്ളം ഇങ്ങനെ ഇതിലെ പോകുമ്പോൾ വാഹനങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ നമ്മളെ കടേൻ്റെ ഉള്ളിലേക്കാണ് വെള്ളം തെറിക്കുന്നത്. 2 ദിവസം മുമ്പേ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മറ്റേ സാനിറ്ററി ഇൻസ്പെക്ടർ വന്ന് നോക്കിയിട്ട് പോയതാണ്. 2 ദിവസം കൊണ്ട് ആളെയാക്കാന്ന് പറഞ്ഞു. ഇതുവരെ ആരും വന്നിട്ടില്ല. വന്നിട്ട് ഇപ്പോൾ 5-6 ദിവസമായി. നഗരസഭ വൈസ് ചെയർമാൻ അടക്കം സ്ഥിരം നടക്കുന്ന വഴിയാണിത്. ആഴ്ചകളായി മലിനജലം ഒഴുകുകയാണ്. ഇത് മാത്രമല്ല, നാട് മുഴുവൻ ആരോഗ്യ സംരക്ഷണം നടത്തുന്ന ആരോഗ്യ കേരളത്തിന്റെ ജില്ലാ ഓഫീസിന്റെ മൂക്കിന് താഴെയാണ് ഈ ദുരന്ത അനുഭവം. സംഭവം അറിഞ്ഞിട്ടും അധികൃതർക്ക് അനക്കമില്ല. ഇത് പൊതുജനത്തോടുള്ള വെല്ലുവിളിയായാണ് നാട്ടുകാർ കാണുന്നത്. വയനാട് വിഷൻ, മാനന്തവാടി. ജില്ലാ പഞ്ചായത്ത് 2018-19 പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പെൺകുട്ടികൾക്കുള്ള ഫുട്ബോൾ പരിശീലനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രഭാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ദേവകി അധ്യക്ഷയായിരുന്നു. ഡിവിഷൻ മെമ്പർ PK അസ്മത്ത് ജേഴ്സികൾ വിതരണം ചെയ്തു. പനമരം, മേപ്പാടി, മീനങ്ങാടി എന്നിവിടങ്ങളിലാണ് പരിശീലനം. പൊടിശല്യത്തിൽ വീർപ്പുമുട്ടി തൃശ്ശിലേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. തൃശ്ശിലേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ശക്തമായി അടിക്കുന്ന കാറ്റിൽ പൊടി ഉയർന്നതോടെ ഏറെ ദുരിതത്തിലായിരിക്കുന്നത്. വേനൽക്കാലം തുടങ്ങിയതോടെ വരണ്ടുടങ്ങിയ സ്കൂൾ മുറ്റത്തു നിന്നുമാണ് കാറ്റിൽ പൊടിപടലം വീശിയടിക്കുന്നത്. ഇത് കാരണം ക്ലാസ് മുറികളിൽ കുട്ടികൾക്ക് ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. വിദ്യാർത്ഥികളും അധ്യാപകരുമെല്ലാം മൂക്കും കണ്ണും പൊത്തിയാണ് സ്കൂൾ പരിസരത്തു കൂടി നടക്കുന്നത്. പൊടി ശ്വാസകോശത്തിലേക്ക് എത്തുന്നത് ആസ്മ പോലുള്ള രോഗങ്ങൾക്കും കാരണമായി തീരും. പ്രളയത്തിന് ശേഷമാണ് സ്കൂൾ മുറ്റത്ത് പൊടിശല്യം രൂക്ഷമായതെന്ന് പ്രദേശവാസികൾ പറയുന്നു. നിരവധി വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന സ്കൂൾ കൂടിയാണിത്. സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പദ്ധതികളാണ് സ്കൂൾ അധികൃതർ ജില്ലാ പഞ്ചായത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും പദ്ധതികളിൽ ഉൾപ്പെടുത്തി പൊടിശല്യത്തിന് ഉൾപ്പെടെ പരിഹാരം കാണുന്നതിനുള്ള ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് സ്കൂൾ അധികൃതരുടെ ആവശ്യം. കാറ്റ് ഇങ്ങനെ വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചില കുട്ടികൾ ക്ലാസ്സിൽ വരാൻ പോലും മടിക്കുന്നു. അധ്യാപകർക്ക് പോലും അതിൻ്റെതായ വിഷമവും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഈ
സംസാരിക്കുമ്പോൾ പോലും ഇതാ കാറ്റ് അന്ന് അടിക്കുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയുള്ളത്. ഇപ്പോൾ ഈ കാര്യം സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന് വേറെ ഒത്തിരി പദ്ധതികൾക്കായിട്ട് ഒത്തിരി അപേക്ഷകളും പരാതികളൊക്കെ അയച്ചതാണ്. ഇതുവരെയും ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ഒന്നും കണ്ണു തുറന്നിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ മുറ്റത്തൊന്ന് ഈ പൊടി പാറാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാകും. വയനാട് വിഷൻ മാനന്തവാടി. ഉദയ ഫുട്ബോൾ കാരുണ്യത്തിന്റെ കാൽപന്ത് കളി ഫെബ്രുവരി 15 മുതൽ മാനന്തവാടി വള്ളിയൂർക്കാവ് ഗ്രൗണ്ടിൽ. ജീവകാരുണ്യ പ്രവർത്തനത്തിനായി നടത്തുന്ന ഫുട്ബോൾ മാമാങ്കം ഇത്തവണ നടത്തുന്നത് നിർധന പെൺകുട്ടികളുടെ മംഗല്യത്തിനും നിർധന കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നൽകുന്നതിനും വേണ്ടി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊയിലേരി ഉദയ വായനശാല 16ാമത് ഉദയ ഫുട്ബോൾ ടൂർണമെൻറ്റ് മാനന്തവാടി നടത്തുകയാണ്. അതിനോടനുബന്ധിച്ച് 4 പേർക്ക് വീട് സ്ഥലവും വടക്കേടത്ത് ഫ്രാൻസിസ് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 6 നിർധനരായ യുവതികളുടെ വിവാഹവും നടത്തുന്നുണ്ട്. പ്രമുഖ ഇന്ത്യൻ സംസ്ഥാന താരങ്ങളും വിദേശ താരങ്ങളൊക്കെ ടീമുകളിൽ പങ്കെടുക്കുന്നുണ്ട്. 6 നിർധന കുടുംബങ്ങൾക്ക് 8 പവൻ സ്വർണം നൽകുന്നത് മാനന്തവാടിയിലെ അറക്കൽ കുടുംബമാണ്. അറക്കൽ ജോയിയും ഫാമിലിയുമാണ് ഇതിനാവശ്യമായ സ്വർണ്ണാഭരണം ഈ വധുവരന്മാർക്ക് നൽകുന്നത്. അവരുടെ അമ്മയുടെ ത്രേസ്യാമ്മ ചേച്ചിയുടെ നാമധേയത്തിലാണ്, അമ്മച്ചിയുടെ നാമധേയത്തിലാണ് അവർ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നടത്തുന്നത്. അതൊക്കെ ഉദയയുടെ ലേബിളിലായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സേവന പ്രവർത്തനത്തോടൊപ്പം നെൽകൃഷിയിലും വിജയം വരിക്കാനൊരുങ്ങി എടവക പഞ്ചായത്തിലെ ഒരു സ്വാശ്രയ സംഘം. എടവക അഗ്രഹാരം അമൃതജ്യോതി സ്വാശ്രയ സംഘമാണ് പാട്ടത്തിനെടുത്ത 3.5 ഏക്കർ സ്ഥലത്ത് ജൈവ രീതിയിൽ കൃഷിയിറക്കി സംഘം നെൽകൃഷിയിലും വിജയഗാഥ വരിക്കാൻ ഒരുങ്ങുന്നത്. 14 വർഷം മുമ്പാണ് എടവക അഗ്രഹാരം പ്രദേശത്ത് അമൃത ജ്യോതി സ്വാശ്രയ സംഘം രൂപീകരിച്ചത്. മുൻ വർഷങ്ങളിൽ സേവന പ്രവർത്തനങ്ങളിലായിരുന്നു മുൻഗണന നൽകിയത്. 10 അംഗങ്ങളുള്ള ജൈവസംഘം ഇതിനകം മെഡിക്കൽ ക്യാമ്പ്, ജൈവ പച്ചക്കറി, വാഴ, പുഴയോര വൃക്ഷത്തൈ നടൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തി. ഇത്തവണ പ്രദേശത്തെ 3.5 ഏക്കർ വയൽ പാട്ടത്തിനെടുത്ത് നെൽകൃഷി ആരംഭിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ കൃഷിയിൽ വിജയം കൈവരിച്ചതുപോലെ ഇത്തവണയും നെൽകൃഷിയിലും വൻ വിജയം കൊയ്യാൻ കഴിയുമെന്നാണ് സംഘം കരുതുന്നത്. കൃഷിയുടെ മേഖലയിൽ ഇതിൻ്റെ മുമ്പ് നമ്മൾ കപ്പ കൃഷി നടത്തിയിട്ടുണ്ട്, അതുപോലെ വാഴ കൃഷി നടത്തിയിട്ടുണ്ട്. എങ്കിൽ കൂടി ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ കൂടി നമ്മൾ കൂട്ടായ്മയോടെ വീണ്ടും ചെയ്തു വരികയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ നെൽകൃഷിൻ്റെ കാര്യവും അതുപോലെ തുടർന്നും കമ്മിറ്റീൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കൂട്ടായ്മയോടെ. ഞങ്ങൾ 11 വർഷമായി ഈ സംഘം ആരംഭിച്ചിട്ട്, ഇത് 12ാമത്തെ വർഷം തുടങ്ങുന്നു. ഞങ്ങൾ ആദ്യം ഈ സ്വാശ്രയ സംഘം തുടങ്ങിയത് അമൃതാനന്ദ മഠത്തിൻ്റെ കീഴിൽ അമൃതജ്യോതി സ്വാശ്രയ സംഘം എന്ന പേരിൽ പ്രവർത്തിച്ചു വരുന്നു. ഞങ്ങളുടെ ഒരു 10-12 പേരുടെ കൂട്ടായ്മയോടെ പല സേവന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എടവക പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ വഴിയോരം തണലോരം എന്നുള്ളൊരു പദ്ധതി ഞങ്ങൾ നടപ്പാക്കി വരുന്നു. അതുപോലെ തന്നെ കിടപ്പ് രോഗികൾക്ക് സാമ്പത്തിക സഹായം, വിദ്യാഭ്യാസ സഹായം, മെഡിക്കൽ സഹായം, ഇതൊക്കെ ഞങ്ങൾ ഈ സംഘത്തിൻ്റെ കൂട്ടായ്മയോടെ ചെയ്തു വരുന്നുണ്ട്. പ്രസിഡന്റായ CK അപ്പച്ചൻ, സെക്രട്ടറി വിനോദ് കുമാർ, ഗോപാലകൃഷ്ണൻ, S ബിജു, ബാലകൃഷ്ണൻ തുടങ്ങിയവരാണ് സംഘത്തിന് നേതൃത്വം നൽകുന്നത്. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. വെള്ളമുണ്ട പബ്ലിക് ലൈബ്രറിയിൽ ONV അനുസ്മരണം സംഘടിപ്പിച്ചു. പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കമർ ലൈല ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് K മുരളീധരൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. പ്രശസ്ത കവയിത്രി പ്രീത J പ്രിയദർശിനി ONV അനുസ്മരണ പ്രഭാഷണം നടത്തി. M ചന്ദ്രൻ മാസ്റ്റർ, R സുരേന്ദ്രൻ മാസ്റ്റർ, പ്രസീത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ONV കവിതകളുടെയും ചലച്ചിത്ര ഗാനങ്ങളുടെയും ആലാപനവും ഉണ്ടായിരുന്നു. ആവേശമലതല്ലി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആരവം 2019. ഇന്നലെ മെഡിഗാർഡ് അരീക്കോടും FC തൃക്കരിപ്പൂരും തമ്മിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിലും പെനാൽറ്റി ഷൂട്ടൌട്ടിലും ഇരു ടീമുകളും തുല്യത പാലിച്ചതിനാൽ നറുക്കെടുപ്പിലൂടെ മെഡിഗാർഡ് അരീക്കോടിനെ വിജയികളായി പ്രഖ്യാപിച്ചു. ഇന്ന് കേരളത്തിലെ മികച്ച ടീമുകളായ റോയൽ ട്രാവൽസ് കോഴിക്കോടും ജവഹർ മാവൂരും ഏറ്റുമുട്ടും.
മൂപ്പൈനാട് റിപ്പൺ ഗവൺമെന്റ് ഹൈസ്കൂൾ പഠനോത്സവത്തിന്റെ ഭാഗമായി വിളംബര ജാഥ സംഘടിപ്പിച്ചു. സ്കൂൾ PTA കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. വിളംബര ജാഥയ്ക്ക് സ്കൂൾ PTA പ്രസിഡന്റ് സി ജാഫർ, പ്രധാനാധ്യാപകൻ അബ്ദുൾ റസാഖ് എന്നിവർ നേതൃത്വം നൽകി. വെള്ളമുണ്ട AUP സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി തങ്കമണി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രഞ്ജിത്ത് മാനിയിൽ അധ്യക്ഷനായിരുന്നു. വാർഡ് മെമ്പർ VS കുഞ്ഞിക്കോയ തങ്ങൾ, HM പ്രേമലത ടീച്ചർ, മദർ PTA പ്രസിഡന്റ് ജമീല ഉസ്മാൻ, സ്കൂൾ ലീഡർ മുഹമ്മദ് ഹെബൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ ബത്തേരിയിൽ പബ്ലിക് സിറ്റിംഗ് നടത്തി. പൗരകേന്ദ്രീകൃത സേവനങ്ങൾ സംബന്ധിച്ചാണ് ഹിയറിംഗ്. മോദി ഭരണത്തിൽ രാജ്യസുരക്ഷ നഷ്ടമായെന്ന് VS മീനങ്ങാടിയിൽ പറഞ്ഞു. NK ഷാജി BDJS വയനാട് ലോക്സഭാ സ്ഥാനാർത്ഥിയായേക്കും. പാർട്ടി നിർദ്ദേശിച്ചാൽ സ്ഥാനാർത്ഥിയാകുമെന്ന് NK ഷാജി. നെന്മേനി പഞ്ചായത്ത് മംഗലം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് നാളെ. പ്രതീക്ഷയോടെ മുന്നണികൾ. വിജയിക്കുന്നവർ പ്രസിഡന്റ്. പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗത്തിലെ ചർച്ചകളും നടപടികളും അനിശ്ചിതമായി നീളുന്നു. ചെറുകിടത്തോട്ടങ്ങളടക്കം പ്രതിസന്ധിയിൽ. പെരിക്കല്ലൂർ മരക്കടവ് പ്രദേശത്തെ കടുവാശല്യം. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പിന്തുണയുമായി രാഷ്ട്രീയ നേതാക്കളും. ശബരിമല ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി BJP. കൽപ്പറ്റയിൽ BJPയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.